നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കെന്താ? നോ അല്ലേ? എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയാൻ പഠിക്കേണ്ട വാക്ക് നോ ആണ്. ജീവിതത്തിൽ നമ്മൾ പല ഘട്ടങ്ങൾ ഫേസ് ചെയ്യും. ഇപ്പോൾ ചെറുപ്പക്കാരാണെങ്കിൽ പ്രണയിക്കുന്ന കുറേ കുട്ടികളുണ്ട്. അവർ പ്രണയം എന്തായാലും അവർ നേരിടും അവരുടെ ജീവിതത്തിൽ അല്ലെ. കാണും, ഇഷ്ടപ്പെടും, ഒരു പെണ്ണിനെ അല്ലെങ്കിൽ പെണ്ണൊരാണിനെയും ഇഷ്ടപ്പെടും. അപ്പം അവർ പോയി പറയുമ്പോൾ അവർ കേൾക്കേണ്ടി വരുന്ന, ഏറ്റവും കൂടുതൽ ആൾക്കാർ കേൾക്കേണ്ടി വരുന്ന വാക്ക് നോ ആണ്. അപ്പോൾ ഈ റിജക്ഷനാണ് ഒരാളെ ഏറ്റവും കൂടുതൽ പാഠങ്ങൾ പഠിപ്പിക്കുക. ഇപ്പം ബിസിനസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വ്യക്തികളാണെന്ന് വെച്ചോ, അവർ പുതിയ പുതിയ കോൺസെപ്റ്റുകൾ, കാഴ്ചപ്പാടുകൾ, അവരുടെ ഡ്രീം കണ്ടിട്ടായിരിക്കും ബിസിനസ്സിലേക്ക് വരുന്നത്. ആ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഒരു 100 പേരെങ്കിലും പോയി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ അവർ കേൾക്കേണ്ടി വരുന്ന വാക്കുന്ന നോ ആണ്. അവർ ഇത്രയും കാലം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഐഡിയ, അവർ ഇത്രയും കാലം പ്രയത്നിച്ച ഒരു ഐഡിയ മുകളിൽ അവർ വർക്കൗട്ട് ചെയ്ത ഒരാളെ മുന്നിൽ അവതരിപ്പിച്ച് അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ പറയുന്നത് സോറി എനിക്കിത് വർക്കായില്ല, നോ അല്ലേ? അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് നോ കേട്ടിട്ടായിരിക്കും ഒരു യെസ് അവൻ കേൾക്കുക. ആ യെസ് അവൻ്റെ ജീവിതം മാറ്റിമറിക്കും. ആ യെസ് കേൾക്കാൻ വേണ്ടി പണ്ടത്തെ ആൾക്കാർ പറയും ഒരുപാട് വാതിലുകൾ നീ മുട്ട്, ഏതെങ്കിലും ഒരു വാതിൽ നിനക്ക് വേണ്ടി തുറക്കപ്പെടും. കേട്ടില്ല? അതേപോലെ നമ്മളെ ആഗ്രഹങ്ങൾ, നമ്മളെ സ്വപ്നങ്ങൾ, നമ്മളെ ഇഷ്ടങ്ങൾ, നമ്മളെ ഡ്രീം, നമ്മുടെ തലവര മാറ്റാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു യെസ് ഉണ്ട്. ആ യെസ്സിന് വേണ്ടി പ്രയത്നിക്കും, ആ യെസ്സിന് വേണ്ടി കാത്തു നിൽക്കുക, അതിനുവേണ്ടി ഒരുപാട് നോ ഫേസ് ചെയ്യും. കടമ്പകൾ കിടക്കുന്നുണ്ട്. ആ കടമ്പകൾക്ക് ഞാൻ പറയുന്ന ഒരു വാക്കാണ് നോ. ആ നോയെ ഫേസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് വിജയം വളരെ എളുപ്പമാണ്. എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ നോയെ. നമുക്ക് നല്ലതല്ലാത്തൊരു കാര്യം മറ്റൊരാൾ ഉപദേശിക്കുമ്പോൾ നമ്മൾ പറയാൻ പഠിക്കണമെങ്കിൽ നോ. ഗോട്ട് മൈ പോയിന്റ്?